ഹലോ മക്കളെ, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 4ാം ക്ലാസ്സിലെ മക്കളുടെ ഗണിതത്തിലെ 4ാമത്തെ പാഠമാണ് കേട്ടോ. കൂടുന്ന കൂട്ടം എന്നാണ് ഈ ചാപ്റ്ററിന്റെ പേര്. ഇതിലെ മുഴുവൻ പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്ത് നോക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 4ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് STD4 ന്യൂ സിലബസ് എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അതിൽ ലഭിക്കുന്നതാണ്. അപ്പൊ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. വാതിൽ തുറക്കാം. അച്ഛനും അമ്മയ്ക്കും ഒപ്പം ധ്വനി ഗീച്ചോ പാർക്കിൽ എത്തി. കൂടെ അനിയൻ ധനുവുമുണ്ട്. 2 ബട്ടൺ അമർത്തി തുക 1000 ആക്കിയാൽ വാതിൽ തുറക്കും. അപ്പൊ ഇതാണ് പാർക്കിന്റെ കവാടം, വാതിൽ വരുന്നത്. ഇതിൽ ഒരുപാട് സംഖ്യകൾ എഴുതിയിട്ടുണ്ട്. 3 അക്ക സംഖ്യകളാണ്. ഇതിൽ ഏതൊക്കെ 2 സംഖ്യകൾ കൂട്ടിയാൽ അല്ലെങ്കിൽ 2 അക്കങ്ങൾ അമർത്തി കഴിഞ്ഞാൽ എന്ത് തുക 1000 കിട്ടുന്നുണ്ടെന്ന് നോക്കുക. ആ 2 അക്കങ്ങൾ നിങ്ങൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഈ വാതിൽ തുറക്കാനായിട്ട് പറ്റും. അപ്പൊ 1000 നമുക്ക് പല രീതിക്ക് എഴുതാം, 2 സംഖ്യകളുടെ തുകയായിട്ടല്ലേ. ഇവിടെ മോൻ ധനു പറയുന്നത് നോക്കൂ, 490ഉം 10ഉം 500, പിന്നെ ഒരു 500 മതിയല്ലോ. അപ്പോ 490ഉം 10 എന്ന് പറയുമ്പോൾ അത്രയായി, 500 ആയി. പിന്നെ ഒരു 500 കൂടെ, അപ്പൊ എന്തായി, 500 കൂട്ടണം 500, 1000 ആയി. അച്ഛൻ പറയുന്നത് നോക്കൂ, 500ഉം 10ഉം ചേർന്ന സംഖ്യ ഇവിടെ ഉണ്ടല്ലോ. 500ഉം 10ഉം ചേർന്നാൽ 510 അല്ലെ. 100 ഉണ്ട്. ഇനി ഏതാണ് വേണ്ടത് എന്ന് നമ്മുടെ ധ്വനി ചോദിക്കുന്നുണ്ട്. 100 ഉണ്ടെങ്കിൽ 100ലേക്ക് എത്ര കൂട്ടിയാലാണ് 1000 ആവുക? 900 കൂട്ടണം അല്ലെ. അപ്പൊ 100 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനോട് കൂടെ 900 കൂടെ അമർത്തണം, എങ്കിലേ 1000 ആവുകയുള്ളൂ. അപ്പോ പല രീതിക്ക് നിങ്ങൾക്ക് ഈ സംഖ്യകൾ ചെയ്തു നോക്കാം. നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്, അത് നമുക്ക് നോക്കാം. കണ്ടോ, സംഖ്യാജോഡികൾ എഴുതാമോ? 1000 ആവുന്ന സംഖ്യാജോഡികൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരെണ്ണം നമുക്ക് അവിടെ തന്നിട്ടുണ്ട്, നോക്കൂ, 490. 490ലേക്ക് എത്ര കൂട്ടിയാലാണ് 1000 ആവുക? 490ലേക്ക് 10 കൂട്ടിയാൽ 500 ആയി. ആ 10ലേക്ക് ഒരു 500, ആ 500ലേക്ക് ഒരു 500 കൂടെ കൂട്ടിയാൽ 1000 ആയി. അപ്പൊ ആകെ 10 കൂട്ടണം 500, 510 കൂട്ടേണ്ടി വരും. പിന്നെ 100ലേക്ക് എത്ര കൂട്ടിയാലാണ് 1000 ആവുക? നമ്മൾ പറഞ്ഞു 100ലേക്ക് 900 കൂട്ടിയാലാണ് 1000 ആവുക. പിന്നെ 793ലേക്ക് എത്ര കൂട്ടിയാലാണ് 1000 ആവുക? 793ലേക്ക് 7 കൂട്ടിയാൽ 800 ആവും. 800ലേക്ക് 200 കൂടെ കൂട്ടിയാൽ 1000 ആവും. അപ്പൊ കൂട്ടേണ്ട സംഖ്യ 7 കൂട്ടണം 200, 207 കൂടെ കൂട്ടിയാൽ 1000 ആവും. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മറ്റ് സംഖ്യകൾ യോജിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ എടുക്കുന്ന ഒരു സംഖ്യ നോക്കൂ, ഒരു ഭാഗത്ത് 450. 450ലേക്ക് 50 കൂട്ടിയാൽ 500 ആയി. 500ലേക്ക് ഒരു 500 കൂടെ കൂട്ടിയാൽ 1000 ആയി. അപ്പൊ കൂട്ടേണ്ട സംഖ്യ 50 കൂട്ടണം 500, 550 കൂട്ടേണ്ടി വരും. പിന്നെ അതുപോലെ 752. 752ലേക്ക് 8 കൂട്ടിയാൽ 760 ആയി. 760ലേക്ക് 40 കൂട്ടിയാൽ എത്രയായി? 800 ആയി. 800ലേക്ക് 200 കൂട്ടിയാൽ 1000 ആയി. അപ്പോ 8 കൂട്ടണം 40 കൂട്ടണം 200, 248 കൂട്ടിയാൽ മതി. ഇനി ഞാൻ 596 എന്നൊരു സംഖ്യ എടുത്തു. 596ലേക്ക് 4 കൂട്ടിയാൽ 600 ആയി. 600ലേക്ക് 400 കൂടെ കൂട്ടിയാൽ 1000 ആയി. അപ്പൊ കൂട്ടേണ്ട സംഖ്യ 4 കൂട്ടണം 400, 404 കൂട്ടിയാൽ മതിയാവും. തുക 1000. തുക 1000 ആകുന്ന രീതിയിൽ പൂരിപ്പിക്കുക. 490 കൂട്ടണം 10 കൂട്ടണം 500 സമം 1000. അതായത് 490 കൂട്ടണം 500ഉം 10ഉം കൂടെ കൂട്ടിയാൽ 510. 490 കൂട്ടണം 510 സമം 1000. 793 കൂട്ടണം 7 കൂട്ടണം 1000. ഏതോ ഒരു സംഖ്യ അവിടെ മിസ്സിംഗ് ഉണ്ട്. 793ലേക്ക് 7 കൂട്ടിയാൽ 800 ആയി. 800ലേക്ക് 200 കൂടെ കൂട്ടിയാൽ 1000 ആയി. അപ്പോൾ 793 കൂട്ടണം 207 സമം 1000. 551 കൂട്ടണം 9. 551ലേക്ക് 9 കൂട്ടിയാൽ 560 ആയി. അതിലേക്ക് ഒരു 440 കൂടെ കൂട്ടിയാൽ 1000 ആയി. അപ്പൊ 551 കൂട്ടണം 440 സമം 1000. ഇനി 800 കൂട്ടണം 100 കൂട്ടണം 100 സമം 1000 ആണ്. 800ലേക്ക് 100 കൂട്ടിയാൽ 900, 900ലേക്ക് ഒരു 100 കൂടെ കൂട്ടിയാൽ 1000. 700ലേക്ക് 200 കൂട്ടിയാൽ 900, 900ലേക്ക് ഒരു 100 കൂടെ കൂട്ടിയാൽ 1000. 600ലേക്ക് 300 കൂട്ടിയാൽ 900, 900ലേക്ക് ഒരു 100 കൂടെ കൂട്ടിയാൽ 1000. 500ലേക്ക് 400 കൂട്ടിയാൽ 900, 900ലേക്ക് ഒരു 100 കൂടെ കൂട്ടിയാൽ 1000. 400ലേക്ക് 300 കൂട്ടിയാൽ 700, 700ലേക്ക് ഒരു 300 കൂടെ കൂട്ടിയാൽ 1000. 600ലേക്ക് 200 കൂട്ടിയാൽ 800, 800ലേക്ക് ഒരു 200 കൂടെ കൂട്ടിയാൽ 1000. 400ലേക്ക് 100 കൂട്ടിയാൽ 500, 500ലേക്ക് ഒരു 500 കൂടെ കൂട്ടിയാൽ 1000. 500ലേക്ക് 200 കൂട്ടിയാൽ 700, 700ലേക്ക് ഒരു 300 കൂടെ കൂട്ടിയാൽ 1000. സംഖ്യാമാല പൂർത്തിയാക്കൂ. നമുക്കിവിടെ നോക്കൂ, 9000. 9000 കഴിഞ്ഞിട്ട് പിന്നെ 10000 ആണല്ലേ വന്നിട്ടുള്ളത്. ആദ്യത്തെ
അഞ്ചക്ക സംഖ്യയായ 10,000. അതായത് 9,000ത്തിലേക്ക് 1000 കൂട്ടിയ സംഖ്യയാണ് എന്ത്? 10,000. അപ്പൊ ഇനി അടുത്ത സംഖ്യ കാണാൻ 10,000ത്തിലേക്ക് ഒരു 1000 കൂടെ കൂട്ടി നോക്കുക. 10,000 കൂട്ടണം 1000 11,000. പിന്നെ 11,000 കൂട്ടണം 1000 12,000. 12,000 കൂട്ടണം 1000 13,000. 13,000 കൂട്ടണം 1000 14,000. 14,000 കൂട്ടണം 1000 15,000. 15,000 കൂട്ടണം 1000 16,000. 16,000 കൂട്ടണം 1000 17,000. 17,000 കൂട്ടണം 1000 18,000. ഇങ്ങനെയാണ് ഈ സംഖ്യാമാല പൂർത്തിയാക്കേണ്ടത്. ഷൂട്ടിംഗ് കോർണർ. ഷൂട്ടിങ്ങിൽ പങ്കെടുത്ത് കിട്ടിയ പോയിന്റ് കണക്കാക്കി ജയിച്ചത് ആരാണെന്ന് കണ്ടുപിടിക്കൂ. ഒരാളിന് 3 തവണ ഷൂട്ട് ചെയ്യാം. നമുക്ക് അവിടെ തന്നിട്ടുള്ള സംഖ്യകൾ നോക്കൂ. 100 363 250 525 750 475 900. ഓരോരുത്തർക്കും കിട്ടിയ പോയിന്റ് എത്രയാണെന്ന് എഴുതൂ. ആദ്യം ധനുവിന് കിട്ടിയത് നോക്കാം. 100 പിന്നെ ഒരു 900 പിന്നെ ഒരു 525. ഇപ്പൊ ഇത് 3 കൂടെ കൂട്ടി നോക്കുക. 100 കൂട്ടണം 900 എത്രയാണ്? 1000 ആണ്. 1000ത്തിലേക്ക് ഒരു 525 കൂടെ കൂട്ടുമ്പോൾ എത്രയായി? 1525 ആയി. ധ്വനിക്ക് കിട്ടിയത് 750 250. പിന്നെ ഒരു സംഖ്യ കൂടെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഈ 3 സംഖ്യകളും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 1475 ആണ് കിട്ടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദ്യം 750ലേക്ക് 250 കൂട്ടിയാൽ എത്രയായെന്ന് നോക്കുക. 750ലേക്ക് 250 കൂട്ടുമ്പോൾ 1000 ആയി. പിന്നെ 1000ത്തിലേക്ക് എത്ര കൂട്ടിയാലാണ് 475 ആവുക? 1475 ആവുക? 475 കൂടെ കൂട്ടുമ്പോഴാണല്ലേ. അപ്പോ 475 ആണ് മൂന്നാമത് കിട്ടിയ പോയിന്റ്. 3 കൂടെ കൂട്ടുമ്പോൾ 1475 എന്നാണ് വരുന്നത്. മിനി 3 തവണ ഷൂട്ട് ചെയ്തപ്പോൾ കിട്ടിയ പോയിന്റ് 1363 ആണ്. ഏതൊക്കെ സംഖ്യയിലായിരിക്കും ഷൂട്ട് ചെയ്തിട്ടുള്ളത്? അപ്പൊ 363 ഒരു സംഖ്യയാണ്. നമുക്ക് ഏതൊക്കെയാ കൊടുക്കാം മക്കളെ? രണ്ടാമത്തെ സംഖ്യ 250 ആണെന്ന് വിചാരിക്കുക. അപ്പൊ 363ഉം 250ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 613 കിട്ടും. ഇനി മൂന്നാമത്തെ സംഖ്യ കാണാൻ എന്ത് ചെയ്താൽ മതി? 1363ൽ നിന്ന് ഈ 613 കുറച്ചു നോക്കിയാൽ മതി. അപ്പൊ എത്രയാണ് വന്നത്? 750 ആണ്. അപ്പൊ മൂന്നാമത്തെ സംഖ്യ 750 ആണ്. സുഹൈൽ 3 തവണയും ഷൂട്ട് ചെയ്തത് 363ൽ തന്നെയാണ്. കിട്ടിയ പോയിന്റ് എത്രയാണ്? 363ലേക്ക് ഒരു തവണ 363 കൂട്ടുമ്പോൾ എത്രയായി? 726 ആയി. ഇനി ഒരു തവണ കൂടെ 363 കൂട്ടുക. 726 കൂട്ടണം 363. അപ്പൊ ഉത്തരം 1089 ആണ് വരുന്നത്. അപ്പൊ സുഹൈലിന് കിട്ടിയ പോയിന്റ് 1089 ആണ്. 363 3 തവണ കൂട്ടണം. 300ഉം 60ഉം 3 തവണ വീതം കൂട്ടിയാലും മതിയല്ലോ. 3ന്റെ ഇരട്ടി 3ന്റെ 2 മടങ്ങ് 6. 3ന്റെ ഇരട്ടിയും 6 അല്ലെങ്കിൽ 3ന്റെ 2 മടങ്ങ് 6 എന്ന് നമുക്ക് പറയാം. പസിൽ കോർണർ. ഞാൻ ആര്? ഞാനൊരു 3 അക്ക സംഖ്യയാണ്. എല്ലാം ഒരേ അക്കമാണ്. സംഖ്യ 3 തവണ കൂട്ടിയതിനോട് ഒന്നുകൂടി കൂട്ടിയപ്പോൾ ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ കിട്ടി. ഞാൻ ആര്? വളരെ എളുപ്പമുള്ള സംഖ്യയല്ലേ മക്കളെ? 333 ആണ് ഉത്തരം. അതായത് 333 3 തവണ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് വരുന്നു? 999 എന്ന് വരുന്നു. അതിലേക്ക് ഒന്നുകൂടെ കൂട്ടുമ്പോൾ എന്ത് വരുന്നു? ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യയായ 1000 വരുന്നു. അപ്പൊ സംഖ്യ 333 ആണ്. നേരത്തെ നമ്മൾ സുഹൈല് 3 തവണ 363ലേക്ക് തന്നെ ഷൂട്ട് ചെയ്തപ്പോൾ കിട്ടിയ സംഖ്യ കണ്ടുപിടിച്ചില്ലേ? അത് തന്നെ നമുക്ക് ഇവിടെ 2 രീതിയിൽ തന്നിട്ടുണ്ട്. നോക്കൂ. ഒന്നാമത്തെ രീതി 300 കൂട്ടണം 60 കൂട്ടണം 3. വീണ്ടും 300 കൂട്ടണം 60 കൂട്ടണം 3. വീണ്ടും 300 കൂട്ടണം 60 കൂട്ടണം 3. അങ്ങനെ 3 തവണ ചെയ്യുമ്പോൾ 3 കൂട്ടണം 3 കൂട്ടണം 3 9 ആയി. 60 കൂട്ടണം 60 കൂട്ടണം 60 180 ആയി. 300 കൂട്ടണം 300 കൂട്ടണം 300 900 ആയി. അപ്പൊ ആകെ 900 കൂട്ടണം 100 കൂട്ടണം 89. അതായത് 180 പ്ലസ് 9 എന്നുള്ളതിലെ 89. 900ഉം 100ഉം ചേർന്നാൽ 1000 ആയി. അതിലേക്ക് 89 കൂടെ കൂട്ടുമ്പോൾ 1089. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് 300നെ 3 കൊണ്ട് ഗുണിക്കുക. എന്നിട്ട് 60നെയും അതുപോലെ 3 കൊണ്ട് ഗുണിക്കുക. 3നെയും 3 കൊണ്ട് ഗുണിച്ചെഴുതുക. 300 ഗുണിക്കണം 3 900 ആണ്. 60 ഗുണിക്കണം 3 180 ആണ്. 3 ഗുണിക്കണം 3 9 ആണ്. ഇത് 3ഉം കൂടെ കൂട്ടി നോക്കുക. 900 കൂട്ടണം 180 കൂട്ടണം 9. അപ്പോഴും 1089 ആണ്. അപ്പൊ പല രീതിക്ക് തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായല്ലോ. ലിനി ഷൂട്ട് ചെയ്തപ്പോൾ 363 475 750 എന്നീ സംഖ്യകളാണ് കിട്ടിയത്. എങ്കിൽ ലിനിക്ക് എത്ര പോയിന്റ് കിട്ടി? ഇത് നമുക്ക് 2 രീതിയിൽ ചെയ്ത് നോക്കാം. ഒന്നാമത്തെ രീതി 363 കൂട്ടണം 475 കൂട്ടണം 750 ആണ് നമുക്ക് കാണേണ്ടത്. 363 കൂട്ടണം 475നെ നമുക്ക് എങ്ങനെ എഴുതാം? രണ്ടിനെയും പിരിച്ചെഴുതാം. അതായത് 100ഉം 10ഉം 5ഉം ഘടകങ്ങളാക്കിയിട്ട് എഴുതാം.
ആദ്യം 363നെ 300 കൂട്ടണം 60 കൂട്ടണം 3 എന്ന് എഴുതാം. പിന്നെ അതിലേക്ക് 475 കൂടെ കൂട്ടണം. അതായത് 400 കൂട്ടണം 70 കൂട്ടണം 5 കൂടെ കൂട്ടണം അതിലേക്ക്. 300ഉം ഇതിലുള്ള നൂറക്ക സംഖ്യകൾ, മൂന്നക്ക സംഖ്യകൾ, അതായത് 100 വരുന്ന സംഖ്യകൾ ഒരുമിച്ച് എഴുതുക. 300ഉം 400ഉം ആണ് ഒരുമിച്ച്. അപ്പൊ 300 കൂട്ടണം 400. പിന്നെ 10 രണ്ടക്ക സംഖ്യകൾ എഴുതുക. 60 കൂട്ടണം 70. പിന്നെ ഒരക്ക സംഖ്യയായ 3 കൂട്ടണം 5. 300ഉം 400ഉം കൂട്ടുമ്പോൾ 700. 60ഉം 70ഉം കൂട്ടുമ്പോൾ 130. 3ഉം 5ഉം കൂട്ടുമ്പോൾ 8. 830 കൂട്ടണം 8. അതായത് 700ഉം 130ഉം 830 ആണ്. അതിലേക്ക് 8 കൂടെ കൂട്ടുമ്പോൾ 838 ആയി. പിന്നെ 838ലേക്ക് ഒരു സംഖ്യ കൂടെ ഉണ്ട് അല്ലെ, ഏതാണ്? 750 ആണ് കൂട്ടേണ്ടത്. അതായത് ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഫസ്റ്റുള്ള രണ്ട് സംഖ്യകളാണ് കൂട്ടിയത്, 363 475. ഇനി അതിലേക്ക് ഒരു 750 കൂടെ കൂട്ടണം. അപ്പൊ ഈ 838ലേക്ക് 750 കൂട്ടാം. അതിനെയും നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. 838നെ ആദ്യം 800 കൂട്ടണം 30 കൂട്ടണം 8 എന്നും 750നെ 700 കൂട്ടണം 50 എന്നും എഴുതാം. ഇതിലുള്ള മൂന്നക്ക സംഖ്യകൾ ഒരുമിച്ച് എഴുതുക. 800ഉം 700ഉമാണ്. 800 കൂട്ടണം 700. പിന്നെ 30 കൂട്ടണം 50, രണ്ടക്ക സംഖ്യകൾ ഒരുമിച്ച് എഴുതി. പിന്നെ 8, ഒരക്ക സംഖ്യ ഒന്നേ ഉള്ളൂ 8. 800ഉം 700ഉം കൂട്ടുമ്പോൾ 1500. 30ഉം 50ഉം കൂട്ടുമ്പോൾ 80. 8ഉം ഇത് മൂന്നും കൂടെ കൂട്ടുക. 1588 ആണ് ഉത്തരം വരുന്നത്. ഇതിലെ തന്നെയുള്ള രണ്ടാമത്തെ രീതി നോക്കൂ. 363നെ 300 കൂട്ടണം 60 കൂട്ടണം 3 എന്നും 475നെ 400 കൂട്ടണം 70 കൂട്ടണം 5 എന്നും 750നെ 70 കൂട്ടണം 50 എന്നും എഴുതി. എന്നിട്ടെല്ലാം കൂടെ കൂട്ടുക. ആദ്യം 3 കൂട്ടണം 5 8. 60ലേക്ക് 70 കൂട്ടി അതിലേക്ക് 50 കൂടെ കൂട്ടുമ്പോൾ 180. 300ലേക്ക് 400 കൂട്ടുമ്പോൾ 700. 700ലേക്ക് 700 കൂടെ കൂട്ടുമ്പോൾ 1400. 1400 കൂട്ടണം 180നെ നമ്മൾ വീണ്ടും പിരിച്ചെഴുതുന്നു. 100 കൂട്ടണം 80 എന്ന് കൂട്ടണം 8. 1400ഉം 100ഉം കൂടെ കൂട്ടുമ്പോൾ 1500. 80 കൂട്ടണം 8 ചെയ്യുമ്പോൾ 88. അപ്പൊ 1500 കൂട്ടണം 88 1588 ആണ്. കുറച്ചുകൂടെ എളുപ്പം ഈ രണ്ടാമത്തെ രീതിയാണ് അല്ലെ, കുറച്ചുകൂടെ സ്റ്റെപ്പുകൾ നമുക്ക് കുറഞ്ഞു കിട്ടും. ഇനി ഈ ഷൂട്ടിംഗ് കോമ്പറ്റീഷനെ ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ താഴെ തന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയത് ആർക്കാണ്? അതിന് നമുക്ക് ഓരോരുത്തർക്ക് കിട്ടിയ പോയിന്റ് ആദ്യം എഴുതാം. ധനുവിന് കിട്ടിയത് 1525 ആയിരുന്നു. ധ്വനിക്ക് കിട്ടിയത് 1475. മിനിക്ക് കിട്ടിയത് 1363. സുഹൈലിന് 1089. ലിനിക്ക് 1588. ഇതിലെ വലിയ സംഖ്യ ഏതാണ് മക്കളെ? 1588 ആണല്ലേ. അതാർക്കാ കിട്ടിയത്? ലിനിക്കാണ്. അതുകൊണ്ട് ലിനിക്കാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയത്. വിജയിയുടെ പേര് ലിനി എന്നാണ്. കുറവ് പോയിന്റിൽ നിന്ന് കൂടുതൽ പോയിന്റ് കിട്ടിയവരുടെ പേരുകൾ ക്രമത്തിൽ എഴുതൂ. അതായത് ഈ സംഖ്യകളെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിലെ ചെറിയ സംഖ്യ ഏതാണ്? 1089 ആണ്. പിന്നെ 1363, പിന്നെ 1475, പിന്നെ 1525, പിന്നെ 1588. അപ്പൊ ഇവരുടെ പേരുകളാണ് ക്രമത്തിൽ എഴുതാൻ പറഞ്ഞത്, പോയിന്റ് അല്ല. അപ്പൊ നമുക്ക് പേരുകൾ എഴുതി കൊടുക്കാം. ഏറ്റവും കുറവ് കിട്ടിയത് സുഹൈലിനാണ് 1089. പിന്നെ മിനി, പിന്നെ ധ്വനി, പിന്നെ ധനു, പിന്നെ ലിനി. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. 3 തവണ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരാൾക്ക് കിട്ടാവുന്ന ഏറ്റവും കൂടിയ പോയിന്റ് എത്രയാണ്? അതായത് അത് കാണാൻ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇതിലെ ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യകൾ, അതായത് നമുക്ക് ഈ ഷൂട്ടിംഗ് ബോർഡിൽ തന്നിട്ടുള്ള മൂന്നക്ക സംഖ്യകൾ ഉണ്ടല്ലോ, അതിലെ ഏറ്റവും വലിയ സംഖ്യ 3 തവണ കൂട്ടുമ്പോഴല്ലേ നമുക്ക് ആ പോയിന്റ് കിട്ടുള്ളൂ. അതായത് 3 തവണയും അയാൾ ആ വലിയ സംഖ്യയിലേക്ക് തന്നെയാണ് ഷൂട്ട് ചെയ്തത് എന്നുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടുന്നത് സ്വാഭാവികമായിട്ടും ഏറ്റവും ഉയർന്ന സ്കോർ ആയിരിക്കാം. ഈ ഷൂട്ടിംഗ് ബോർഡിലുള്ള ഏറ്റവും ഉയർന്ന സംഖ്യ അല്ലെങ്കിൽ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് 900 ആണ്. 900 കൂട്ടണം 900 കൂട്ടണം 900 ചെയ്ത് നോക്കിയാൽ നമുക്ക് ഏറ്റവും കൂടിയ പോയിന്റ് കിട്ടും. 900ലേക്ക് ഒരു 900 കൂട്ടുമ്പോൾ 1800. 1800ലേക്ക് ഈ ഒരു 900 കൂടെ കൂട്ടുമ്പോൾ 2700. അപ്പൊ ഏറ്റവും കിട്ടാവുന്ന ഏറ്റവും കൂടിയ പോയിന്റ് എന്ന് പറയുന്നത് 2700 ആണ് കേട്ടോ. 1089ന്റെ കൗതുകം. തുടർച്ചയായ ഏതെങ്കിലും 3 അക്കങ്ങൾ എഴുതുക. ഇവയെല്ലാം ഉപയോഗിച്ചുണ്ടാക്കാവുന്ന ഏറ്റവും വലിയ 3 അക്ക സംഖ്യ എഴുതുക. അപ്പൊ നമുക്ക് നോക്കാം. തുടർച്ചയായ ഏതെങ്കിലും 3 അക്കങ്ങൾ എഴുതുക. എളുപ്പത്തിന് നമുക്ക് 1 2 3 അത് തന്നെ എടുത്തു. 1 2 3 എടുത്തു. ഇവയെല്ലാം ഉപയോഗിച്ചുണ്ടാക്കുന്ന ഏറ്റവും വലിയ 3 അക്ക സംഖ്യ എന്ന് പറയുന്നത് 321 ആണ്. വലതിൽ നിന്ന് ചെറുതിലേക്ക് ഈ സംഖ്യകൾ എഴുതിയാൽ മതി. 321 ആണ്. ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ 123 ആണ്. സംഖ്യകളുടെ വ്യത്യാസം കാണുക. അതായത് 321 കുറയ്ക്കണം 123 ചെയ്താൽ മതി. ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഉത്തരം 198 എന്ന് വരുന്നു. വ്യത്യാസമായി കിട്ടിയ സംഖ്യ തിരിച്ചെഴുതുക. 198നെ തിരിച്ചെഴുതുമ്പോൾ 891 ആയി. രണ്ട് സംഖ്യകളും തമ്മിൽ കൂട്ടുക. അതായത് 198ഉം 891 തമ്മിൽ കൂട്ടുക.
അങ്ങനെ കൂട്ടുമ്പോൾ നമുക്ക് 1089 എന്നാണ് വരുന്നത് അല്ലെ. പിന്നെ നിങ്ങൾ ഏത് മൂന്നക്കങ്ങൾ എടുത്താലും 1 2 3 പകരം 2 3 4 അല്ലെങ്കിൽ 3 4 5 ഏതെടുത്താലും ഉത്തരം ഇതുപോലെ ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് 1089 തന്നെയായിരിക്കും വരിക. ഡൈസ് കോർണർ. ഡൈസ് നോക്കൂ, നമുക്കും ഡൈസ് കളിച്ചാലോ. ഇവിടെ 2 ഡൈസുകൾ ഉണ്ട്. ഒരു ഡൈസിൽ എഴുതിയ സംഖ്യകൾ നോക്കൂ, 2351, 2349, 5123. പിന്നെ രണ്ടാമത്തെ ഡൈസിൽ 341, 251, 343. നാലക്ക സംഖ്യയുടെ ഡൈസ് ഒരു തവണയും മൂന്നക്ക സംഖ്യയുടെ ഡൈസ് ഒരു തവണയും എറിഞ്ഞു കിട്ടുന്ന സംഖ്യകൾ തമ്മിൽ കൂട്ടണം. അതാണ് മത്സരം. ധ്വനി ഡൈസ് എറിഞ്ഞു കിട്ടിയ സംഖ്യകൾ നോക്കൂ. നാലക്ക സംഖ്യയിൽ കിട്ടിയത് 2349ഉം മൂന്നക്ക സംഖ്യയിൽ കിട്ടിയത് 251ഉമാണ്. ധ്വനിക്ക് കിട്ടിയ പോയിന്റ് 2349ന്റെയും 251ന്റെയും തുകയാണ്. അപ്പൊ നമുക്ക് അത് രണ്ടും കൂടെ കൂട്ടിയാൽ എത്രയാണോ കിട്ടുന്നത് അതാണ് ധ്വനിക്ക് കിട്ടിയ പോയിന്റ് എന്ന് പറയാം. ധ്വനിക്ക് കിട്ടിയ പോയിന്റ് അച്ഛനും അമ്മയും ധനുവും ധ്വനിയും കണക്കാക്കി. പക്ഷെ 4 പേരും വ്യത്യസ്ത രീതിയിലാണ് കണക്കാക്കിയത്. ആദ്യം അച്ഛൻ തുക കണക്കാക്കിയ രീതി നോക്കൂ. 2349 കൂട്ടണം 251 ചെയ്യേണ്ടത്. 2349ലേക്ക് 1 കൂട്ടിയാൽ എത്രയായി? അതായത് 251 1 കൂട്ടി, അപ്പോ 2350 അല്ലേ. പിന്നെ 250ഉം കൂട്ടി, അപ്പൊ 2350 കൂട്ടണം 250, ഉത്തരം 2600 അമ്മ കണക്കാക്കിയ രീതി നോക്കൂ. 2349 കൂട്ടണം 250, അതിനെ 2349 അമ്മ 2000 കൂട്ടണം 349 എന്നെഴുതി. പിന്നെ അതിലേക്ക് 251 കൂടെ കൂട്ടി, അപ്പൊ 2000 കൂട്ടണം 350, അതായത് 349ഉം 251 1ഉം കൂട്ടി, അപ്പൊ 350 പിന്നെ 250, അപ്പോഴും ഉത്തരം 2600. ധനു കണക്കാക്കിയ രീതി നോക്കൂ. 2349 2300 എന്നും പിന്നെ 251 200 എന്നും കൂട്ടണം 49. 2349 49, 251 51. ഇതിൽ 2300ഉം 200ഉം ആദ്യം കൂട്ടി, അപ്പൊ 2500. പിന്നെ 49ഉം 51ഉം കൂട്ടുമ്പോൾ 100, അപ്പൊ ആകെ 2500 കൂട്ടണം 100, 2600. ധ്വനി കണക്കാക്കിയ രീതി നോക്കൂ. 2349 ധ്വനി 2000 കൂട്ടണം 300 കൂട്ടണം 40 കൂട്ടണം 9 എന്നെഴുതി. 251 200 കൂട്ടണം 50 കൂട്ടണം 1 എന്നെഴുതി. 9ലേക്ക് 1 കൂട്ടിയാൽ 10, 40ലേക്ക് 50 കൂട്ടിയാൽ 90, 300ലേക്ക് 200 കൂട്ടിയാൽ 500, 2000 താഴെ ഇറക്കിയിടുന്നു 2000. അപ്പൊ ഇത് 2000ലേക്ക് 500 കൂട്ടിയാൽ 2500, 2500ലേക്ക് 90ഉം 100ഉം 90ഉം 10ഉം 100 കൂടെ കൂട്ടിയാൽ 2600. അപ്പൊ 4 പേരും 4 രീതിയിലാണ് കണക്കാക്കിയത്. കൂട്ടലും കുറയ്ക്കലും. ധനു ഡൈസ് എറിഞ്ഞു കിട്ടിയ സംഖ്യകൾ കൂടി എഴുതിയത് നോക്കൂ. ഏതൊക്കെ സംഖ്യകളാണ് കിട്ടിയത് എന്ന് പറയണം. അപ്പൊ ഡൈസിലുള്ള സംഖ്യകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഒന്ന്, 5013ലേക്ക് ഏതോ ഒരു സംഖ്യ കൂട്ടിയാൽ, ഏതോ ഒരു മൂന്നക്ക സംഖ്യ കൂട്ടിയാൽ 5413 കിട്ടും. എങ്ങനെ കാണാം മക്കളെ? 5413 നിന്ന് 5013 കുറച്ചാൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ 5013ലേക്ക് ഓരോന്നായിട്ട് നമുക്ക് കൂട്ടി നോക്കാം. 5013ലേക്ക് 7 കൂട്ടിയാൽ 5020 5020ലേക്ക് 80 കൂട്ടിയാൽ 100 5100ലേക്ക് 300 കൂടെ കൂട്ടിയാൽ 300 കൂട്ടിയാൽ 5400 5400ലേക്ക് ഒരു 13 കൂടെ കൂട്ടിയാൽ 5413 അപ്പോ 7 കൂട്ടണം 80 കൂട്ടണം 300 കൂട്ടണം 13. 300ലേക്ക് 80 കൂട്ടിയാൽ 380, അതിലേക്ക് ഒരു 13 കൂടെ കൂട്ടിയാൽ 393, അതിലേക്ക് ഒരു 7 കൂടെ കൂട്ടിയാൽ 400. അപ്പോ ഇവിടെ കിട്ടിയ മൂന്നക്ക സംഖ്യ 400. അടുത്തത് നോക്കൂ. 343ലേക്ക് ഏതോ ഒരു സംഖ്യ കൂട്ടിയാൽ 3445 കിട്ടും. അത് കാണാൻ വലിയ സംഖ്യയായ ഈ 3445 നിന്ന് 343 കുറച്ചു നോക്കിയാൽ മതി. 5 നിന്ന് 3 കുറച്ചാൽ 2, 4 നിന്ന് 4 പോയാൽ 0, പിന്നെ 4 നിന്ന് 3 കുറച്ചാൽ 1, മുകളിലുള്ള 3 താഴേക്ക് ഇറക്കി എഴുതുന്നു. അപ്പോൾ ഉത്തരം 3102. പിന്നെ ഏതോ ഒരു നാലക്ക സംഖ്യയും ഏതോ ഒരു മൂന്നക്ക സംഖ്യയും തമ്മിൽ കൂട്ടിയാൽ 4850 കിട്ടും. സംഖ്യകൾ ഏതൊക്കെയാണ്? ഞാൻ ചെയ്യുന്നത് നോക്കൂ. 4850 നിന്ന് ആദ്യം ഒരു നാലക്ക സംഖ്യ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നാലക്ക സംഖ്യ മുകളിൽ നിന്ന് കുറയ്ക്കാം. ഞാനിവിടെ 4450 കുറച്ചു, അപ്പോൾ ബാക്കി 400 കിട്ടിയത്. അപ്പൊ സംഖ്യകൾ ഏതൊക്കെയാണ്? 4450ഉം 400ഉമാണ്.
4450 നിന്ന് 50ലേക്ക് 400 കൂടെ കൂട്ടിയാൽ നമുക്ക് 4850 കിട്ടുന്നുണ്ട്. അപ്പൊ ഉത്തരം ശരിയാണ്. ഇവിടെ ഓരോ ഡൈസിൽ നിന്ന് ഓരോ സംഖ്യകൾ ഇടുമ്പോൾ കിട്ടുന്ന തുക എത്രയാണെന്ന് എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ആദ്യത്തേത് 4450 ആദ്യം കിട്ടി. രണ്ടാമത്തെ ഡൈസിൽ നിന്ന് 400 കിട്ടി. അത് കാണാൻ 4450ഉം 400ഉം തമ്മിൽ കൂട്ടി നോക്കിയാൽ മതി. നമുക്ക് കൂട്ടി നോക്കാം. 4450നെ നമുക്ക് 4000 കൂട്ടണം 400 കൂട്ടണം 50 എന്ന് എഴുതാം. പിന്നെ 400നെ 400 എന്ന് തന്നെ എഴുതാം. അപ്പൊ 4000 കൂട്ടണം 400 കൂട്ടണം 400 കൂട്ടണം 50. 4000 കൂട്ടണം 800 കൂട്ടണം 50. തുക 4850 ആണ്. രണ്ടാമത്തേത് നോക്കൂ. ഡൈസ് 1 2351, ഡൈസ് 2 343 രണ്ടും കൂടെ കൂട്ടി നോക്കാം. 2351നെ നമുക്ക് 2000 കൂട്ടണം 300 കൂട്ടണം 50 കൂട്ടണം 1 എന്ന് എഴുതാം. 343നെ 300 കൂട്ടണം 40 കൂട്ടണം 3 എന്ന് എഴുതാം. 2000 കൂട്ടണം മൂന്നക്ക സംഖ്യകൾ ഒരുമിച്ച് എഴുതാം. 300 കൂട്ടണം 300, പിന്നെ 50 കൂട്ടണം 40 കൂട്ടണം 1 കൂട്ടണം 3. 2000 കൂട്ടണം 300 300 60, 50 കൂട്ടണം 40 90, കൂട്ടണം 1 കൂട്ടണം 3 4. അപ്പൊ ആകെ 2694. മൂന്നാമത്തേത് ആകെ കിട്ടിയ തുക 5447, ഡൈസ് 2ലുള്ളത് 434. കാണാൻ 5447 നിന്ന് 434 കുറച്ച് നോക്കിയാൽ മതി. 7 നിന്ന് 4 കുറച്ചാൽ 3, 4 നിന്ന് 3 കുറച്ചാൽ 1, 4 നിന്ന് 4 കുറച്ചാൽ 0, 5. അപ്പൊ ഉത്തരം 5013 ആണ്. അടുത്ത സംഖ്യയും ഇതുപോലെ തന്നെ 5123 തന്നിട്ടുണ്ട്. ഡൈസ് 2ൽ എത്രയാണെന്ന് അറിയില്ല. തുക 5357 ആണ്. 5357 നിന്ന് ഈ 5123 കുറച്ചാൽ മതി. 7 നിന്ന് 3 കുറച്ചാൽ 4, 5 നിന്ന് 2 കുറച്ചാൽ 3, 3 നിന്ന് 1 കുറച്ചാൽ 2, 5 നിന്ന് 5 കുറച്ചാൽ 0. അപ്പൊ ഉത്തരം 234 ആണ്. പിന്നെ 2349ഉം 341 തമ്മിൽ കൂട്ടി നോക്കണം. 2341നെ നമുക്ക് 2000 കൂട്ടണം 300 കൂട്ടണം 40 കൂട്ടണം 9 എന്ന് എഴുതാം. 341നെ 300 കൂട്ടണം 40 കൂട്ടണം 1 എന്ന് എഴുതാം. പിന്നെ 2000 കൂട്ടണം മൂന്നക്ക സംഖ്യകൾ ഒരുമിച്ച് എഴുതുക. 300 കൂട്ടണം 300, പിന്നെ 40 കൂട്ടണം 40 കൂട്ടണം 9 കൂട്ടണം 1 അല്ലെ. അപ്പോ ആകെ 2000 കൂട്ടണം 300 300 600, 40 40 80, പിന്നെ 9 1 10. 2000ഉം 600ഉം 2600, 80 കൂട്ടണം 10 90, 2600 കൂട്ടണം 90, 2690 ആണ് ഉത്തരം. പിന്നെ അതുപോലെ അവസാനത്തേത് 5013 കൂട്ടണം 259. 5013നെ നമുക്ക് 5000 കൂട്ടണം 10 കൂട്ടണം 3 എന്ന് എഴുതാം. 251നെ 200 കൂട്ടണം 50 കൂട്ടണം 1 എന്ന് എഴുതാം. എല്ലാം കൂടെ കൂട്ടി നോക്കുക. 4അക്ക സംഖ്യയായ 5000 കൂട്ടണം 2അക്ക സംഖ്യയായ 200, 3അക്ക സംഖ്യയായ 200, 2അക്ക സംഖ്യകളായ 10 കൂട്ടണം 50, ഒരക്ക സംഖ്യയായ 3 കൂട്ടണം 1. എല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ നമുക്ക് എത്ര വരുന്നു മക്കളെ? 5264 എന്ന് വരുന്നു. ഇനി നമുക്ക് അതിനെ തൊട്ടടുത്ത് തന്നെ പൂരിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ പാറ്റേൺ പോലെ തന്നിട്ടുണ്ട്. നോക്കൂ. 5050, 6050, 7050 എന്നീ 3 സംഖ്യകൾ അവിടെ തന്നിട്ടുണ്ട്. ഇവിടെ എങ്ങനെയാണ്? 1000 വീതം കൂടി പോവുകയാണല്ലേ ചെയ്യുന്നത്. അപ്പൊ അടുത്ത സംഖ്യ കിട്ടാൻ 7050ലേക്ക് 1000 കൂട്ടുക, 8050 ആണ്. പിന്നെ 8050ലേക്ക് 1000 കൂട്ടുക, 9050 ആണ്. പിന്നെ അതിലേക്ക് 1000 കൂട്ടുക, 10050 ആണ്. അതിലേക്ക് 1000 കൂട്ടുക, 11050 ആണ്. സ്പോർട്സ് കോർണർ. ധനുവിന് ബാറ്റും ബോളും, ധ്വനിക്ക് സൈക്കിളും വാങ്ങി. അപ്പൊ ഇവിടെ ഓരോന്നിന് എത്ര വിലയാണെന്ന് എഴുതിയിട്ടുണ്ട്. സൈക്കിളിന് നോക്കൂ. 2950 ഉണ്ട്, 3500 ഉണ്ട്, 3050 ഉണ്ട്, 3600 ഉണ്ട്. പിന്നെ ബാറ്റുകൾക്ക് 325 ഉണ്ട്. പിന്നെ ക്രിക്കറ്റ് ബാറ്റ്സിന് 1190, 920, അതുപോലെ 1125, 980. അച്ഛന്റെ കയ്യിൽ ആകെ ഉള്ളത് 4000 രൂപയാണ്. അപ്പൊ ഈ 4000 രൂപയ്ക്കുള്ളിൽ ഒതുങ്ങുന്നത് വേണം അല്ലേ വാങ്ങാൻ. അപ്പൊ ധനുവിന് ബാറ്റും ബോളും പിന്നെ സൈക്കിളും ആണ്, ധ്വനിക്ക് സൈക്കിളും ആണ് വാങ്ങിയത്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിൽ ക്രിക്കറ്റ് ബാറ്റും ബോളും അതുപോലെ ഒരു സൈക്കിളും സെലക്ട് ചെയ്യാം. പക്ഷേ ആകെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് അത് രണ്ടും കൂടെ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് 4000 രൂപയുടെ ഉള്ളിൽ തന്നെ ഒതുങ്ങണം. അപ്പൊ സൈക്കിളിന് ഏകദേശം നല്ല വിലയുണ്ട് അല്ലെ. 3600, 3050, 3500 ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് 1000 സംതിങ്ങിന്റെ ബാറ്റും ബോളും വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഈ 4000-നുള്ളിൽ ഇത് ഒതുക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 920ന്റെയോ അതുപോലെ 980ന്റെയോ ബാറ്റും ബോളും വാങ്ങിക്കാം. അപ്പൊ നമ്മൾ 980ന്റെ ബാറ്റും ബോളും വാങ്ങിക്കുകയാണെങ്കിൽ അതിലേക്ക് നമുക്ക് ഏകദേശം 2990 രൂപയുടെ സൈക്കിൾ വാങ്ങാം.
അപ്പൊ നമുക്കത് രണ്ടും കൂടെ കൂട്ടി നോക്കൂ. 2990 നമുക്ക് 2000 കൂട്ടണം 900 കൂട്ടണം 90 എന്നും എഴുതാം. 980 നമുക്ക് 900 കൂട്ടണം 80 എന്ന് എഴുതാം. എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 3970 എന്നാണ് ഉത്തരം കിട്ടുക. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 920 രൂപയുടെ ബാറ്റും ബോളും വാങ്ങിക്കാം. അപ്പൊ അതിലേക്ക് നമുക്ക് വാങ്ങാനായിട്ട് പറ്റുന്നത് 3050 രൂപയുടെ സൈക്കിളായിരിക്കും. 3050 നമുക്ക് ആദ്യം 3000 കൂട്ടണം 50 എന്ന് എഴുതാം. 920 900 കൂട്ടണം 20 എന്ന് എഴുതാം. രണ്ടും കൂടെ കൂട്ടുമ്പോൾ ഉത്തരം 3970 തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ ഇത് രണ്ടും എന്താണ്, 4000 രൂപയുടെ ഉള്ളിൽ ഒതുങ്ങുന്ന സംഖ്യകളാണ്. അതുകൊണ്ട് ഈ രണ്ട് കോമ്പിനേഷനിൽ നിങ്ങൾക്കത് വാങ്ങിക്കാം. മാജിക് കോർണർ. ഹായ് മാജിക്, വരൂ മാജിക്കിൽ പങ്കെടുക്കാം. നിർദ്ദേശങ്ങൾ ഞാൻ പറയാം. മാജിക്കിനുള്ള നിർദ്ദേശങ്ങൾ നോക്കൂ. നിങ്ങളൊരു 4 അക്ക സംഖ്യ എഴുതണം. ഞാനൊരു 4 അക്ക സംഖ്യ എഴുതി പെട്ടിയിലിടും. അതിനുശേഷം നിങ്ങൾ എഴുതിയ സംഖ്യക്ക് താഴെ ഞാനൊരു സംഖ്യ എഴുതും. വീണ്ടും നിങ്ങൾക്കൊരു 4 അക്ക സംഖ്യ എഴുതാം. അതിന് താഴെ ഞാനും ഒരു 4 അക്ക സംഖ്യ എഴുതും. ഈ 4 അക്ക സംഖ്യകളുടെ തുക നിങ്ങൾ കണക്കാക്കണം. ശേഷം ഞാൻ എഴുതി പെട്ടിയിലിട്ട സംഖ്യ കാണിച്ചു തരും. ഇതാണ് മാജിക്. അപ്പൊ അതിന് ആദ്യം ധനു എഴുതിയ സംഖ്യ നോക്കൂ, 4325 ആണ്. അതിന് താഴെ മാന്ത്രികൻ എഴുതിയ സംഖ്യ 5674. പിന്നെ ധനു രണ്ടാമത് എഴുതിയ 4 അക്ക സംഖ്യ 1408. മാന്ത്രികൻ എഴുതിയ സംഖ്യ 8591. അപ്പോ എന്താണ് നോക്കൂ, ഇത് 4ഉം കൂടെ കൂട്ടിയാൽ ഇതിന്റെ തുക കിട്ടും അല്ലെ. നമുക്ക് കൂട്ടി നോക്കാം മക്കളെ. ആദ്യം 4325ഉം 5674 കൂട്ടുക. ഇതിൽ നമുക്ക് 4325നെ 4000 കൂട്ടണം 300 കൂട്ടണം 20 കൂട്ടണം 5 എന്നും 5674നെ 5000 കൂട്ടണം 600 കൂട്ടണം 70 കൂട്ടണം 4 എന്നും എഴുതാം. ആദ്യം ഒറ്റക്ക സംഖ്യകൾ കൂട്ടുമ്പോൾ 5 കൂട്ടണം 4 9, പിന്നെ 20 കൂട്ടണം 70 90, 300 കൂട്ടണം 600 900, 4000 കൂട്ടണം 5000 9000, 9000 കൂട്ടണം 900 കൂട്ടണം 90 കൂട്ടണം 9, 9999 ആണ് ആദ്യത്തെ ഉത്തരം. ഇനി ഈ 9999ലേക്ക് 1408 കൂടെ കൂട്ടണം. അങ്ങനെ കൂട്ടുമ്പോൾ നമുക്ക് 9999നെ 9000 കൂട്ടണം 900 കൂട്ടണം 90 കൂട്ടണം 9 എന്നും 1408നെ 1000 കൂട്ടണം 400 കൂട്ടണം 8 എന്നും എഴുതാം. ഇതില് ഒറ്റക്ക സംഖ്യകളായ 8ഉം 9ഉം കൂട്ടുമ്പോൾ 17. പിന്നെ 90 രണ്ടക്ക സംഖ്യ 90 മാത്രമേ ഉള്ളൂ. പിന്നെ 900 കൂട്ടണം 400 1200, 9000 കൂട്ടണം 1000 10000, 10000 കൂട്ടണം 1200 കൂട്ടണം 90 കൂട്ടണം 17 ചെയ്യുക. ഉത്തരം 11407 എന്ന് വരും. ഇനി 11407ലേക്ക് അവസാനത്തെ 4 അക്ക സംഖ്യയായ 8591 കൂട്ടി നോക്കണം. 11407നെ നമുക്ക് 11000 കൂട്ടണം 400 കൂട്ടണം 7 എന്ന് എഴുതാം. 8591നെ നമുക്ക് 8000 കൂട്ടണം 500 കൂട്ടണം 90 കൂട്ടണം 1 എന്ന് എഴുതാം. ഇതിൽ 7 കൂട്ടണം 1 8 ആണ്. പിന്നെ 400 ആണല്ലേ. അപ്പൊ 90 മാത്രം, 8591ലെ 90 മാത്രം കൂട്ടണം 90 ആണ്. 400 കൂട്ടണം 500 900 ആണ്. അതുപോലെ 11000 കൂട്ടണം 8000 19000 ആണ്. അപ്പൊ 19000 കൂട്ടണം 900 കൂട്ടണം 90 കൂട്ടണം 8. ഉത്തരം 19998 ആണ്. മാന്ത്രികൻ കടലാസിൽ എഴുതി പെട്ടിയിലിട്ട സംഖ്യയും തുകയും നോക്കൂ. മാന്ത്രികൻ എഴുതിയ തുക കണ്ടോ മക്കളെ, 19998 തന്നെയാണ്. രണ്ടും എന്താണ്, ഒന്നാണ്, സെയിം ആണല്ലേ. 20000ത്തേക്കാൾ 2 കുറവായ സംഖ്യയല്ലേ ഇത്? അതെ, 20000ത്തിനേക്കാൾ 2 കുറവായ സംഖ്യയാണ് 19998 എന്ന് പറയുന്നത്. 19998 കഴിഞ്ഞാൽ അടുത്ത സംഖ്യ 19999 ആണ്. പിന്നെയുള്ള സംഖ്യയാണ് എന്ത്, 20000. ഫോട്ടോ കോർണർ. ധ്വനിയും ധനുവും ഫോട്ടോ കോർണറിൽ എത്തി ഫോട്ടോ എടുത്തു. സംഖ്യാശലഭത്തിലെ സംഖ്യകളെ അക്കങ്ങളുടെ ക്രമം തിരിച്ചെഴുതി കൂട്ടി നോക്കൂ. അതായത് ഇതിൽ നിങ്ങൾക്കൊരു സംഖ്യ തിരഞ്ഞെടുക്കാം. എന്നിട്ട് ആ ക്രമം എന്ത് ചെയ്യുക, പുറകിൽ നിന്ന് മുന്നിലേക്ക് എന്നുള്ള രീതിയിൽ എഴുതി കൊടുക്കുക. അപ്പൊ ധനു തിരഞ്ഞെടുത്ത സംഖ്യ 4123 ആണ്. അതിനെ ക്രമം തിരിച്ചെഴുതുമ്പോൾ 3214 എന്നാവും. ഇനി ഈ രണ്ട് സംഖ്യകളും തമ്മിൽ കൂട്ടി നോക്കണം. അതായത് 4123ഉം 3214 കൂട്ടി നോക്കണം. 4123നെ നമുക്ക് 4000 കൂട്ടണം 100 കൂട്ടണം 20 കൂട്ടണം 3 എന്ന് എഴുതാം. 3214നെ 3000 കൂട്ടണം 200 കൂട്ടണം 10 കൂട്ടണം 4 എന്ന് എഴുതാം. 3ലേക്ക് 4 കൂട്ടിയാൽ 7, 20ലേക്ക് 10 കൂട്ടിയാൽ 30, 100ലേക്ക് 200 കൂട്ടിയാൽ 300, 4000ലേക്ക് 3000 കൂട്ടിയാൽ 7000. ആകെ 7000 കൂട്ടണം 300 കൂട്ടണം 30 കൂട്ടണം 7, 7337 ആണ് ഉത്തരം. ധ്വനി എടുത്ത സംഖ്യ നോക്കൂ, 4002 ആണ്. ഇത് തിരിച്ചെഴുതുമ്പോൾ 2004 എന്നാണ് വായിക്കാം.
ഈ രണ്ട് സംഖ്യകളുടെ തുക നോക്കൂ. 4002 കൂട്ടണം 2004. 4002 നമുക്ക് 4000 കൂട്ടണം 2 എന്നും 2004 നമുക്ക് 2000 കൂട്ടണം 4 എന്നും എഴുതാം. 2 കൂട്ടണം 4 6 0 കൂട്ടണം 0 0. പിന്നെ 4000 കൂട്ടണം 2000 എത്രയാണ്? 6000 അപ്പൊ തുക 6006. ഉത്തരപ്പൂക്കൾ. സംഖ്യാശലഭത്തിലെ സംഖ്യകൾ ക്രമം തിരിച്ചെഴുതി കൂട്ടിയപ്പോൾ കിട്ടിയ ഉത്തരപ്പൂക്കൾക്ക് നിറം കൊടുക്കൂ. സംഖ്യാശലഭത്തിലുള്ള സംഖ്യകൾ ഏതൊക്കെയായിരുന്നു മക്കളെ? 4123, 4002, 2321, 2314, 3231, 4121 എന്നീ സംഖ്യകളായിരുന്നു. ഇതിൽ ധനുവിന് കിട്ടിയ 4123 നമ്മൾ ക്രമം തിരിച്ചെഴുതി കൂട്ടിയപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരം എന്തായിരുന്നു? 7337 എന്നായിരുന്നു. അപ്പൊ ആ പൂവിന് നിങ്ങൾക്ക് നിറം കൊടുക്കാം. ഇതാണ് ആ പൂവ്. പിന്നെ 4002 എഴുതിയപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരം അത് 4002ഉം അത് ക്രമം തിരിച്ചെഴുതിയ 2004 കൂട്ടിയപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരം 6006. 6006 ഇവിടെ ഉണ്ട്. ആ പൂവിന് നിങ്ങൾക്ക് നിറം കൊടുക്കാം. മറ്റു 4 സംഖ്യകൾ കൂടെ നമുക്ക് നോക്കാം. അടുത്ത സംഖ്യ 2321. അത് ക്രമം തിരിച്ചെഴുതിയാൽ 1232 ആവും. രണ്ടും കൂടെ കൂട്ടി നോക്കാം. 2321 നമുക്ക് 2000 കൂട്ടണം 300 കൂട്ടണം 20 കൂട്ടണം 1 എന്നെഴുതാം. 1232 1000 കൂട്ടണം 200 കൂട്ടണം 30 കൂട്ടണം 2 എന്നെഴുതാം. 2000ഉം 1000ഉം കൂട്ടിയാൽ 3000, 300ഉം 200ഉം കൂട്ടിയാൽ 500, 20ഉം 30ഉം കൂട്ടിയാൽ 50, 1ഉം 2ഉം കൂട്ടിയാൽ 3. കൂട്ടി നോക്കുമ്പോൾ ഉത്തരം 3553 വരുന്നത്. ആ പൂവ് ഇവിടെ ഉണ്ട്. അതിന് മക്കൾക്ക് നിറം കൊടുക്കാം. അടുത്ത സംഖ്യ 2314. അത് ക്രമം തിരിച്ചെഴുതിയാൽ 4132. രണ്ടും കൂടെ കൂട്ടി നോക്കൂ. 2314 നമുക്ക് 2000 കൂട്ടണം 3000 കൂട്ടണം 10 കൂട്ടണം 4 എന്ന് എഴുതാം. 4134 നമുക്ക് 4000 കൂട്ടണം 100 കൂട്ടണം 100 കൂട്ടണം 30 കൂട്ടണം 22 എന്ന് എഴുതാം. രണ്ടും കൂടെ കൂട്ടിയാൽ 4 കൂട്ടണം 2 6. പിന്നെ 10 കൂട്ടണം 30 40. 100 കൂട്ടണം 300 400. 2000 കൂട്ടണം 4000 6000. എല്ലാതും കൂടെ കൂട്ടി നോക്കിയാൽ നമുക്ക് ഉത്തരം 6446 എന്നാണ് വരുന്നത്. ആ പൂവ് ഇവിടെ ഉണ്ട്. ഇതിന് മക്കള് നിറം കൊടുക്കുക. അടുത്ത സംഖ്യ 3231. ഇതിന് ക്രമം തിരിച്ചെഴുതിയാൽ നമുക്ക് 1323 എന്നെഴുതാം. 3231 നമുക്ക് 3000 കൂട്ടണം 200 കൂട്ടണം 30 കൂട്ടണം 1 എന്നെഴുതാം. 1323 നമുക്ക് 1000 കൂട്ടണം 300 കൂട്ടണം 20 കൂട്ടണം 3 എന്നെഴുതാം. 1ഉം 3ഉം കൂട്ടിയാൽ 4, 30ഉം 20ഉം കൂട്ടിയാൽ 50, 300ഉം 200ഉം കൂട്ടിയാൽ 500, 1000ഉം 3000ഉം കൂട്ടിയാൽ 4000. ആകെ തുക 4554. ആ പൂവ് ഇവിടെ ഉണ്ട്. അതിന് നമുക്ക് നിറം കൊടുക്കാം. അവസാനത്തെ സംഖ്യ 4121. അത് ക്രമം തിരിച്ചെഴുതിയാൽ 1214 എന്നാണ് വായിക്കുക. അപ്പോ ഈ സംഖ്യകളെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 4121 4000 കൂട്ടണം 100 കൂട്ടണം 20 കൂട്ടണം 1 എന്നും 1214 1000 കൂട്ടണം 200 കൂട്ടണം 10 കൂട്ടണം 4 എന്നും എഴുതാം. 1ലേക്ക് 4 കൂട്ടിയാൽ 5, 20ലേക്ക് 10 കൂട്ടിയാൽ 30, 100ലേക്ക് 200 കൂട്ടിയാൽ 300, 4000ലേക്ക് 1000 കൂട്ടിയാൽ 5000. ഉത്തരം 5335. ഈ പൂവിനും നിറം കൊടുക്കാം. തുക കണക്കാക്കാം. നമുക്കിവിടെ 2 സംഖ്യകൾ വീതം തന്നിട്ടുണ്ട്. അവ കൂട്ടി ഇവയുടെ തുക എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തേത് നോക്കൂ. 2357 കൂട്ടണം 7532. 2357 നമുക്ക് 2000 കൂട്ടണം 300 കൂട്ടണം 50 കൂട്ടണം 7 എന്ന് എഴുതാം. 7532 നമുക്ക് 7000 കൂട്ടണം 500 കൂട്ടണം 30 കൂട്ടണം 2 എന്ന് എഴുതാം. 2000ഉം 7000ഉം കൂട്ടിയാൽ 9000, 500ഉം 300ഉം കൂട്ടിയാൽ 800, 50ഉം 30ഉം കൂട്ടിയാൽ 80, 7ഉം 2ഉം കൂട്ടിയാൽ 9. ഉത്തരം 9889. 5704 കൂട്ടണം 4015. 5704 നമുക്ക് 5000 കൂട്ടണം 100 കൂട്ടണം 4 എന്ന് എഴുതാം. 4015 നമുക്ക് 4000 കൂട്ടണം 10 കൂട്ടണം 5 എന്ന് എഴുതാം. 5000ഉം 4000ഉം കൂട്ടിയാൽ 9000, 100 പിന്നെ കൂട്ടണം 100 പിന്നെ 10, 4ഉം 5ഉം 9. തുക 9119. 8432 കൂട്ടണം 1569. 8432 നമുക്ക് 8000 കൂട്ടണം 400 കൂട്ടണം 30 കൂട്ടണം 2 എന്ന് എഴുതാം. 1569 നമുക്ക് 1000 കൂട്ടണം 500 കൂട്ടണം 60 കൂട്ടണം 9 എന്ന് എഴുതാം. 8000ഉം 1000ഉം കൂട്ടിയാൽ 9000,
400ഉം 500ഉം കൂട്ടിയാൽ 900, 30ഉം 60ഉം കൂട്ടിയാൽ 90, 2ഉം 9ഉം കൂട്ടിയാൽ 11. തുക വരുന്നത് 10,001 എന്നാണ്. അടുത്ത സംഖ്യ 6018 കൂട്ടണം 3294. 6018 നമുക്ക് 6000 കൂട്ടണം 10 കൂട്ടണം 8 എന്ന് എഴുതാം. 3294 3000 കൂട്ടണം 200 കൂട്ടണം 90 കൂട്ടണം 4 എന്ന് എഴുതാം. 6000ഉം 3000ഉം കൂട്ടിയാൽ 9000, പിന്നെ 200, 10ഉം 90ഉം കൂട്ടിയാൽ 100, 8ഉം 4ഉം കൂട്ടിയാൽ 12. ഉത്തരം വരുന്നത് 9312 എന്നാണ്. അവസാനത്തേത് 3519 കൂട്ടണം 8482. 3519 നമുക്ക് 3000 കൂട്ടണം 500 കൂട്ടണം 10 കൂട്ടണം 9 എന്ന് എഴുതാം. 8482 നമുക്ക് 8000 കൂട്ടണം 400 കൂട്ടണം 80 കൂട്ടണം 2 എന്ന് എഴുതാം. 3000 കൂട്ടണം 8000 11,000 ആണ്. 500 കൂട്ടണം 400 900, 10 കൂട്ടണം 8 90, 9 കൂട്ടണം 2 11. എല്ലാം കൂടെ കൂട്ടുമ്പോൾ തുക 12,001 എന്ന് വരുന്നു. ഗെയിം കോർണർ. ധനുവും ധ്വനിയും കമ്പ്യൂട്ടറിൽ കാറോട്ട മത്സരം കളിക്കുകയാണ്. കളിയിൽ പങ്കെടുത്തവരുടെ പോയിന്റുകൾ നോക്കൂ. ധനുവിന് ആദ്യത്തെ റൗണ്ടിൽ 2143, രണ്ടാം റൗണ്ടിൽ 1457 കിട്ടി. ധ്വനിക്ക് ആദ്യ റൗണ്ടിൽ 1148, രണ്ടാം റൗണ്ടിൽ 2067 കിട്ടി. നന്മയ്ക്ക് ആദ്യ റൗണ്ടിൽ 1654, രണ്ടാം റൗണ്ടിൽ 1188 കിട്ടി. മിനിക്ക് ആദ്യ റൗണ്ടിൽ 1876, രണ്ടാം റൗണ്ടിൽ 1124 കിട്ടി. ചോദ്യങ്ങൾ നോക്കൂ. ധനുവിന് ആകെ എത്ര പോയിന്റ് കിട്ടി? അതായത് ആദ്യ റൗണ്ടിൽ കിട്ടിയതും രണ്ടാം റൗണ്ടിൽ കിട്ടിയതും തമ്മിൽ കൂട്ടി നോക്കിയാൽ മതി. 2143 കൂട്ടണം 1457 ആണ് ചെയ്യേണ്ടത്. 2143 നമുക്ക് 2000 കൂട്ടണം 100 കൂട്ടണം 40 കൂട്ടണം 3 എന്നും 1457 നമുക്ക് 1000 കൂട്ടണം 400 കൂട്ടണം 50 കൂട്ടണം 7 എന്നും എഴുതാം. 2000 കൂട്ടണം 1000 3000 ആണ്. 100 കൂട്ടണം 400 500 ആണ്. 40 കൂട്ടണം 50 90 ആണ്. 3 കൂട്ടണം 7 10 ആണ്. ഉത്തരം 3600 പോയിന്റ് ആണ് കിട്ടിയത്. നമ്മൾ ഈ ചെയ്ത കണക്ക് തന്നെയാണ് ഇവിടെ രണ്ട് രീതിക്ക് ചെയ്തിട്ടുള്ളത്. ഇത് ഒന്നാമത്തെ രീതി നോക്കൂ. 2143 1457 1000 മാത്രം കൂട്ടി കൊടുക്കുന്നു. അപ്പൊ അത് 3143 ആവും. പിന്നെ അതിലേക്ക് ബാക്കിയുള്ള 400 കൂട്ടി കൊടുക്കുന്നു. അപ്പോൾ 3543 ആവും. പിന്നെ അതിലേക്ക് ബാക്കിയുള്ള 50 കൂട്ടി കൊടുക്കുന്നു. അപ്പോൾ അത് 3593 ആവും. അവസാനം ഒറ്റയായിട്ടുള്ള 7 കൂട്ടി കൊടുക്കുന്നു. അപ്പോൾ ഉത്തരം 3600 ആവും. രണ്ടാമത്തെ രീതി എഴുതിയിട്ടുള്ളത് നമ്മൾ ചെയ്ത രീതിക്ക് തന്നെയാണ്. രണ്ടിനെയും 1000ഉം 100ഉം 10ഉം ഒറ്റയായിട്ട് മാറ്റി എഴുതി എന്നിട്ട് എല്ലാം കൂടെ കൂട്ടി. അപ്പോഴും നമുക്ക് ഉത്തരം 3600 തന്നെയാണ് കിട്ടുന്നത് കേട്ടോ. കാറോട്ട മത്സരത്തിൽ 3000ൽ കൂടുതൽ പോയിന്റ് കിട്ടിയത് ആർക്കൊക്കെയാണ്? ഊഹമെഴുതൂ. നമുക്കിത് ഓരോന്നായിട്ട് ചെയ്തു നോക്കാം. ധനുവിന് കിട്ടിയിട്ടുള്ളത് നമ്മൾ ഓൾറെഡി ചെയ്തു. ഇനി ധ്വനിക്ക് കിട്ടിയിട്ടുള്ളത് നോക്കൂ. ഒന്നാമത്തെ റൗണ്ടിൽ 1148ഉം രണ്ടാം റൗണ്ടിൽ 2067 ആണ് കിട്ടിയിട്ടുള്ളത്. 1148 നമുക്ക് 1000 കൂട്ടണം 100 കൂട്ടണം 40 കൂട്ടണം 8 എന്ന് എഴുതാം. അതുപോലെ 2067 2000 കൂട്ടണം 60 കൂട്ടണം 7 എന്ന് എഴുതാം. 1000ഉം 2000ഉം കൂട്ടുമ്പോൾ 3000, പിന്നെ 100 40 8ഉം 7ഉം കൂട്ടിയാൽ 15. എല്ലാം കൂടെ കൂട്ടി നോക്കൂ. 3215 ആണ് ഉത്തരം വരുന്നത്. അടുത്തത് നന്മയ്ക്ക് കിട്ടിയിട്ടുള്ള പോയിന്റ് നോക്കാം. 1654ഉം 1188ഉമാണ്. 1654 നമുക്ക് 1000 കൂട്ടണം 600 കൂട്ടണം 50 കൂട്ടണം 4 എന്ന് എഴുതാം. 1288 1000 കൂട്ടണം 100 കൂട്ടണം 80 കൂട്ടണം 8 എന്ന് എഴുതാം. 1000ഉം 1000ഉം കൂട്ടിയാൽ 2000, 600ഉം 100ഉം കൂട്ടിയാൽ 700, 50ഉം 80ഉം കൂട്ടിയാൽ 130, 4ഉം 8ഉം കൂട്ടിയാൽ 12. എല്ലാം കൂടെ കൂട്ടി നോക്കൂ മക്കളെ. 2842 ആണ് ഉത്തരം വരുന്നത്. അതെന്താണ്? 3000ലും കുറവാണ് അല്ലേ? അപ്പോൾ അത് നമുക്ക് നോക്കേണ്ടതില്ല. അവസാനത്തെ ആള് മിനിയാണ്. മിനിക്ക് ആദ്യ റൗണ്ടിൽ 1876ഉം രണ്ടാം റൗണ്ടിൽ 1124ഉം ആണ് കിട്ടിയത്. 1876 നമുക്ക് 1000 കൂട്ടണം 800 കൂട്ടണം 70 കൂട്ടണം 6 എന്ന് എഴുതാം. 1224 നമുക്ക് 1000 കൂട്ടണം 100 കൂട്ടണം 20 കൂട്ടണം 4 എന്ന് എഴുതാം. 1000ഉം 1000ഉം കൂട്ടിയാൽ 2000, 800ഉം 100ഉം കൂട്ടിയാൽ 900, 70ഉം 20ഉം കൂട്ടിയാൽ 90, 6ഉം 4ഉം കൂട്ടിയാൽ 12. കൂട്ടി നോക്കുമ്പോൾ നമുക്ക് 3000 എന്ന് തന്നെയാണ് ഉത്തരം വരുന്നത്. അപ്പൊ ധനുവിനും ധ്വനിക്കും മിനിക്കുമാണ്. മിനിക്ക് 3000 ആണ് കിട്ടിയത്, 3000ൽ കൂടുതലല്ല. അപ്പൊ ധനുവിനും ധ്വനിക്കുമാണ് എന്ത് 3000ൽ കൂടുതൽ പോയിന്റ് കിട്ടിയത്. ഊഹിച്ചത് ശരിയാണോ? കിട്ടിയ പോയിന്റുകൾ നമുക്കിവിടെ ഈ ടേബിളിൽ എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതാ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു അല്ലെ? അപ്പൊ കിട്ടിയ പോയിന്റുകൾ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. നമ്മളുടെ ഊഹം ശരിയാണ് അല്ലേ? ആദായ വിൽപ്പന.
നോട്ടീസ് നോക്കൂ. ഓരോ വസ്തുക്കൾക്കുള്ള വില എത്രയാണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. അലമാരയ്ക്ക് 6500 രൂപ, വാഷിംഗ് മെഷീൻ 7200 രൂപ, ഗ്യാസ് സ്റ്റൗവ് 2499 രൂപ, TV 9999 രൂപ, കൂളർ 5500 രൂപ, മിക്സി 3800 രൂപ, കട്ടില് 5999 രൂപ. ധ്വനിയുടെ വീട്ടിലേക്ക് കട്ടിലും ടിവിയും വാങ്ങാൻ എത്ര രൂപയാകും? കട്ടിലിന് 5999 രൂപയും ടിവിക്ക് 9999 രൂപയുമാണ്. രണ്ടും കൂടെ കൂട്ടി നോക്കിയാൽ മതി. എങ്ങനെയാ മക്കളെ കൂട്ടുന്നത്? 5999 നമുക്ക് 5000 കൂട്ടണം, 900 കൂട്ടണം, 90 കൂട്ടണം 9 എന്ന് എഴുതാം. 9999 നമുക്ക് 9000 കൂട്ടണം, 900 കൂട്ടണം, 90 കൂട്ടണം 9 എന്ന് എഴുതാം. 5000ഉം 9000ഉം കൂട്ടിയാൽ 14000 ആണ്. 900ഉം കൂട്ടിയാൽ 1800 ആണ്. പിന്നെ 90ഉം 90ഉം കൂട്ടിയാൽ 180, 9ഉം 9ഉം കൂട്ടിയാൽ 18. എല്ലാം കൂടെ കൂട്ടി നോക്കൂ. 15998 ആണ് ഉത്തരം. അപ്പൊ അവർക്ക് ആകെ 15998 രൂപയാകും ആ രണ്ട് സാധനങ്ങൾ വാങ്ങാൻ. ടിവിയും അലമാരയും വാങ്ങാൻ എത്ര രൂപ വേണം? ടിവിക്ക് 9999 രൂപയാണ്, അലമാരയ്ക്ക് 6500 രൂപയാണ്. നമുക്ക് 9999നെ നേരത്തെ പോലെ 9000 കൂട്ടണം, 900 കൂട്ടണം, 90 കൂട്ടണം 9 എന്നും 6500നെ 6000 കൂട്ടണം 500 എന്നും എഴുതാം. രണ്ടും കൂടെ കൂട്ടി നോക്കുമ്പോൾ 9000 കൂട്ടണം 6000 15000 ആണ്. 900 കൂട്ടണം 500 1400 ആണ്. പിന്നെ 90 കൂട്ടണം 9. എല്ലാം കൂടെ കൂട്ടുമ്പോൾ 16499 ആണ് ഉത്തരം വരേണ്ടത്. വാഷിംഗ് മെഷീനും കട്ടിലും വാങ്ങണമെങ്കിൽ എത്ര രൂപയാകും? വാഷിംഗ് മെഷീൻ്റെത് 7200 രൂപയാണ്, കട്ടിലിന് 5999 ആണ്. അപ്പൊ 7200നെ നമുക്ക് 7000 കൂട്ടണം 200 എന്ന് എഴുതാം. 5999നെ 5000 കൂട്ടണം, 900 കൂട്ടണം, 90 കൂട്ടണം 9 എന്ന് എഴുതാം. 7000ഉം 5000ഉം കൂട്ടിയാൽ 12000, 200ഉം 900ഉം കൂട്ടിയാൽ 1100, പിന്നെ 90 കൂട്ടണം 9. എല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ നമുക്ക് ഉത്തരം 13199 ആണ് വരുന്നത്. കടയിൽ നിന്നും ഒരു സാധനം വാങ്ങി 100 എണ്ണമുള്ള 100ന്റെ ഒരു കെട്ട് നോട്ട് കൊടുത്തു. ബാക്കി 1 രൂപ കിട്ടി. വാങ്ങിയത് എന്താണ്? അപ്പോ 100ന്റെ നോട്ടുകള് എത്ര കൊടുത്തു? 100 എണ്ണം കൊടുത്തു അല്ലെ? അതായത് 100 ഗുണിക്കണം 100 എത്രയായി മക്കളെ? 100ലേക്ക് 2 പൂജ്യം കൂടെ ഇട്ട് കൊടുത്താൽ മതി. 10000 രൂപയാണ് കൊടുത്തത്. 10000 രൂപയാണ്. അപ്പൊ 10000 രൂപയാണ് കൊടുത്തത്. അവർക്ക് ബാക്കി 1 രൂപ തിരിച്ചു കിട്ടി. അതായത് 10000 കുറയ്ക്കണം 1 എത്രയാണ്? 10000ത്തിൽ നിന്ന് 1 കുറച്ചാൽ 9999. അത് ഏതാണ് സാധനം? TV ആണ് അല്ലെ? അപ്പോ ആ സാധനം എന്താണ്? TV ആണ്. നിങ്ങളുടെ കയ്യിൽ 12000 രൂപ ഉണ്ടെങ്കിൽ ഏതൊക്കെ സാധനങ്ങളാകും വാങ്ങുക? കാരണം എഴുതുക. അപ്പൊ ഇതിലുള്ള ഏത് സാധനങ്ങളും നിങ്ങൾക്ക് വാങ്ങാം. പക്ഷെ എല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ 12000ന്റെ ഉള്ളിൽ സംഖ്യ വരണം. നിങ്ങൾക്ക് പല കോമ്പിനേഷനിൽ ഇത് വാങ്ങാവുന്നതാണ്. ഞാൻ ആദ്യം ഒരു അലമാരയും ഒരു കൂളറുമാണ് വാങ്ങിക്കുന്നത്. അലമാരയുടെ വില 6500ഉം പിന്നെ കൂളറിന്റേത് 5500 രൂപയുമാണ്. നമുക്ക് രണ്ടും കൂടെ കൂട്ടി നോക്കാം. 6500നെ 6000 കൂട്ടണം 500 എന്നും 5500നെ 5000 കൂട്ടണം 500 എന്നും എഴുതാം. 6000ഉം 5000ഉം കൂട്ടിയാൽ എത്രയായി? എന്താണ്? 11000 ആയി. പിന്നെ 500ഉം 500ഉം കൂട്ടിയാൽ 1000. അപ്പൊ 11000 കൂട്ടണം 1000 12000 ആണ്. ബാറ്റിംഗ് കോർണർ. ധനുവും ധ്വനിയും ബാറ്റിംഗ് കോർണറിലെത്തി. ഒരാൾക്ക് 3 ഓവർ ബാറ്റ് ചെയ്യാം. ഓരോ ഓവർ കഴിയുമ്പോഴും പോയിന്റ് കിട്ടും. കളിക്കു ശേഷം കിട്ടിയ പോയിന്റ് നോക്കൂ. ധനുവിന് കിട്ടിയത് ആദ്യത്തേതിൽ 2343, പിന്നെ 1465, 3657. ധ്വനിക്ക് 2279, 3346, 1592. ജിൻസിക്ക് 2344, 3555, 2600. ഇനി ആർക്കാണ് സമ്മാനം കിട്ടുന്നത് എന്നുള്ള കണ്ടീഷൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. ആകെ പോയിന്റ് 7000ത്തിൽ കൂടുതലായാൽ ഡ്രാഗൺ ട്രെയിൻ ടിക്കറ്റ് ആണ് സമ്മാനം. അപ്പോൾ ഇതിൽ ഇവർക്ക് കിട്ടിയ 3 വീതമുള്ള പോയിന്റുകൾ കൂട്ടി നോക്കുമ്പോൾ ആർക്കാണോ 7000ത്തിൽ കൂടുതൽ വരുന്നത് അവർക്കായിരിക്കും സമ്മാനം. നമുക്ക് ആദ്യം ഓരോരുത്തർക്ക് കിട്ടിയ പോയിന്റുകൾ നോക്കാം. ധനുവിന് കിട്ടിയത് നോക്കൂ. 2343, 1465, 3657 ആണല്ലേ? ഇത് 3 കൂടെ കൂട്ടിയാലാണ് നമുക്ക് ആകെ കിട്ടുക. 2343ലേക്ക് 1465 കൂട്ടി നോക്കുക. 2343നെ നമുക്ക് 2000 കൂട്ടണം 300 കൂട്ടണം 40 കൂട്ടണം 3 എന്നും 1465നെ 1000 കൂട്ടണം 400 കൂട്ടണം 60 കൂട്ടണം 5 എന്നും എഴുതാം. 2000ഉം 1000ഉം കൂട്ടുമ്പോൾ 3000, 300ഉം 400ഉം കൂട്ടുമ്പോൾ 700,
40ഉം 60ഉം കൂട്ടുമ്പോൾ 100, 3 5 കൂട്ടിയാൽ 8, രണ്ടും കൂടെ കൂട്ടുമ്പോൾ 3808 ആണ് ഉത്തരം. ഇനി ഇതിലേക്ക് 3657 കൂടെ കൂട്ടണം. 3808നെ നമുക്ക് 3000 കൂട്ടണം 800 കൂട്ടണം 8 എന്ന് എഴുതാം. 3657നെ 3000 കൂട്ടണം 600 കൂട്ടണം 50 കൂട്ടണം 7 എന്ന് എഴുതാം. 3000ഉം 3000ഉം കൂട്ടുമ്പോൾ 6000, 800ഉം 600ഉം കൂട്ടുമ്പോൾ 1400, 50ഉം 50 മാത്രം ഉള്ളൂ രണ്ടക്ക സംഖ്യ 50. പിന്നെ 8ഉം 7ഉം കൂട്ടിയാൽ എത്രയാണ്? 15. ഓക്കെ, എല്ലാം കൂടെ കൂട്ടി നോക്കൂ. 7465 ആണ് ഉത്തരം. പിന്നെ അപ്പൊ ഇത് ഓൾറെഡി 7000ന് മുകളിലുണ്ട്. ധനുവിനാണ് സമ്മാനം കിട്ടുക, നമുക്കത് ഉറപ്പിക്കാം. ഇനി നമുക്ക് ജിൻസിക്ക് കിട്ടിയത് നോക്കാം. 2344, 3555, 2600 ആണ്. ആദ്യം 2344ഉം 3555ഉം കൂട്ടാം. 2344നെ നമുക്ക് 2000 കൂട്ടണം 300 കൂട്ടണം 40 കൂട്ടണം 4 എന്ന് എഴുതാം. 3555നെ നമുക്ക് 3000 കൂട്ടണം 500 കൂട്ടണം 50 കൂട്ടണം 5 എന്ന് എഴുതാം. 2000ഉം 3000ഉം കൂട്ടുമ്പോൾ 5000, 300ഉം 500ഉം കൂട്ടുമ്പോൾ 800, 40ഉം 50ഉം കൂട്ടിയാൽ 90, 4ഉം 5ഉം കൂട്ടിയാൽ 9. രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 5899 ആണ് കിട്ടുന്നത്. ഇനി ഈ 5899ലേക്ക് 2600 കൂടെ കൂട്ടണം. 5899നെ നമുക്ക് 5000 കൂട്ടണം 800 കൂട്ടണം 90 കൂട്ടണം 9 എന്ന് എഴുതാം. 2600നെ നമുക്ക് 2000 കൂട്ടണം 600 എന്ന് എഴുതാം. 5000ഉം 2000ഉം കൂട്ടിയാൽ 7000, 800ഉം 600ഉം കൂട്ടിയാൽ 1400, 90ഉം പിന്നെ 90ഉം 9ഉം ആണ് അല്ലെ, അത് രണ്ടും ഇറക്കി എഴുതാം. അപ്പൊ ഉത്തരം വരുന്നത് 8499 ആണ്. ജിൻസിയുടെ പോയിന്റും 7000-ത്തിലധികമാണ്. അപ്പൊ ജിൻസിക്കും എന്താണ്? ഡ്രാഗൺ ട്രെയിൻ ടിക്കറ്റ് സമ്മാനം ലഭിക്കുന്നുണ്ട്. ഇനി ധ്വനിയുടെ പോയിന്റ് 2279, 3346, 1592ആണ്. 2279, 3346 ആദ്യം കൂട്ടി നോക്കാം. അതിനായി 2279നെ ആദ്യം നമുക്ക് 2000 കൂട്ടണം 200 കൂട്ടണം 70 കൂട്ടണം 9 എന്നും, 3346നെ 3000 കൂട്ടണം 30 കൂട്ടണം 4 കൂട്ടണം 3000 കൂട്ടണം 300 കൂട്ടണം 40 കൂട്ടണം 6 എന്ന് എഴുതാം. 2000ഉം 3000ഉം കൂട്ടിയാൽ 5000, 200ഉം 300ഉം കൂട്ടിയാൽ 500, 70ഉം 40ഉം കൂട്ടിയാൽ 110, 9ഉം 6ഉം കൂട്ടിയാൽ 15. എല്ലാം കൂടെ കൂട്ടുമ്പോൾ ഉത്തരം 5625 ആണ് വരുന്നത്. ഇനി ഈ 5625ലേക്ക് 1592 കൂട്ടാം. 5625നെ ആദ്യം നമുക്ക് 5000 കൂട്ടണം 600 കൂട്ടണം 20 കൂട്ടണം 5 എന്ന് എഴുതാം. 1592നെ 1000 കൂട്ടണം 500 കൂട്ടണം 90 കൂട്ടണം 2 എന്ന് എഴുതാം. 5000ഉം 1000ഉം കൂട്ടിയാൽ 6000, 600ഉം 500ഉം കൂട്ടിയാൽ 1100, 20ഉം 90ഉം കൂട്ടിയാൽ 110, 5ഉം 2ഉം കൂട്ടിയാൽ 7. ഉത്തരം വരുന്നത് 7217 ആണ്. അപ്പൊ ധ്വനിക്കും എന്ത് കിട്ടും? ടിക്കറ്റ് സമ്മാനമായിട്ട് ലഭിക്കും. അപ്പൊ 3 ആളുടെ ഉത്തരവും 3 പേർക്ക് കിട്ടിയ ഉത്തരവും 7217 കൂടുതലാണ് പോയിന്റ്. അതുകൊണ്ട് 3 പേർക്കും ഡ്രാഗൺ ട്രെയിനിലേക്ക് ടിക്കറ്റ് സമ്മാനമായിട്ട് ലഭിക്കും. ഡ്രാഗൺ ട്രെയിൻ ടിക്കറ്റ് കിട്ടിയത് ആർക്കൊക്കെ കണ്ടുപിടിച്ചെഴുതൂ. നമ്മൾ കണ്ടുപിടിച്ചു. ധനു, ജിൻസി, ധ്വനി 3 പേർക്കും ടിക്കറ്റ് സമ്മാനമായി ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് പാഠഭാഗത്തിലെ തുടർന്നുള്ള ചില ചോദ്യങ്ങൾ നോക്കാം. ചോദ്യം 1, തുക കണക്കാക്കി ഒഴിഞ്ഞ കളങ്ങളിൽ എഴുതൂ. എ എന്ന കളത്തിലെ സംഖ്യ കിട്ടാൻ 2850 കൂട്ടണം 1400 കണക്കാക്കണം. മനസ്സിലായല്ലോ മക്കളെ? അതായത് അറ്റത്തുള്ള രണ്ട് സംഖ്യകൾ കൂട്ടിയാൽ നടുവിലുള്ള സംഖ്യ ഉത്തരമായി ലഭിക്കും. അപ്പൊ 2850ഉം 1400ഉം ആദ്യം നമുക്ക് കൂട്ടാം. 2850നെ 2000 കൂട്ടണം 800 കൂട്ടണം 50 കൂട്ടണം 0, 50 എന്ന് നമുക്ക് എഴുതാം. പിന്നെ 1400നെ 1000 കൂട്ടണം 400 എന്നും എഴുതാം. രണ്ടും കൂടെ ചെയ്തു നോക്കുമ്പോൾ നോക്കൂ മക്കളെ, ഉത്തരം എത്ര കിട്ടി? 4250 കിട്ടി. അപ്പൊ എയിലെ ഉത്തരം 4250 ആണ്. ഇനി ഇയിലെ ഉത്തരം നോക്കാം അല്ലെ. ബിയിലെ ഉത്തരം നോക്കാം. ബിയിലെ ഉത്തരം കിട്ടാൻ 2850ലേക്ക് 1875 കൂട്ടി നോക്കണം. അപ്പോ 2850നെ നമുക്ക് 2000 കൂട്ടണം 800 കൂട്ടണം 50 എന്ന് എഴുതാം. 1875നെ നമുക്ക് 1000 കൂട്ടണം 800 കൂട്ടണം 70 കൂട്ടണം 5 എന്ന് എഴുതാം. ഉത്തരം 4725 ആണ്. ഇനി ഡിയിലെ ഉത്തരം നമുക്ക് നോക്കാം. അതിന് 1400ലേക്ക് 3650 കൂട്ടി നോക്കിയാൽ മതി. 1400നെ നമുക്ക് 1000 കൂട്ടണം 400 എന്ന് എഴുതാം. 3650നെ 3000 കൂട്ടണം 600 കൂട്ടണം 50 എന്ന് എഴുതാം. അപ്പൊ ഉത്തരം നോക്കൂ, 5050 ആണ് ഉത്തരം വരുന്നത്. ഇനി നമുക്ക് ഈ നോക്കാം. ഇയിലെ ഉത്തരം നോക്കാം.
അതിന് നമുക്ക് 1875 3650 കൂട്ടണം. 1875 നമുക്ക് 1000 കൂട്ടണം 800 കൂട്ടണം 70 കൂട്ടണം 5 എന്ന് എഴുതാം. 3650 3000 കൂട്ടണം 600 കൂട്ടണം 50 എന്ന് എഴുതാം. എല്ലാം കൂടെ കൂട്ടുമ്പോൾ ഉത്തരം 5525 എന്നാണ് വരുന്നത്. ഇനി അവസാന കളം സി ആണ് അല്ലെ. സിയിലെ ഉത്തരം നമുക്ക് കണ്ടുപിടിക്കാം. അതിന് ബിയിലെ ഉത്തരമായ 4725 ഡിയിലെ ഉത്തരമായ 5050 തമ്മിൽ കൂട്ടി നോക്കിയാൽ മതി. അങ്ങനെ കൂട്ടുമ്പോൾ നമുക്ക് ഉത്തരം 9775 ആണ് വരുന്നത്. അതാണ് സിയിൽ വരുന്ന ഉത്തരം. ചോദ്യം 2, അടുത്ത 5 സംഖ്യകൾ എഴുതുക. നമുക്ക് പാറ്റേണുകളാണ് തന്നിട്ടുള്ളത്. 4100, 5100, 6100. ഇവിടെ 1000 വീതമാണ് കൂടി വരുന്നത്. അപ്പൊ അടുത്ത സംഖ്യ കിട്ടാൻ 6100ലേക്ക് 1000 കൂട്ടുക. അപ്പൊ 7100, പിന്നെ 8100, 9100, 10100, 11100 ഇങ്ങനെയാണ് വരുന്നത്. രണ്ടാമത്തെ പാറ്റേൺ 2352, 2852, 3332. ആദ്യം ഈ സംഖ്യകൾ തമ്മിലുള്ള ബന്ധം നമ്മൾ കണ്ടുപിടിക്കണം. 2352ലേക്ക് 500 കൂട്ടിയാലാണ് 2852 ആവുക. അതിലേക്ക് ഒരു 400 കൂട്ടുമ്പോഴാണ് 3332 വരുന്നത്. അപ്പോ അടുത്ത സംഖ്യ കിട്ടാൻ ഇനി 3332ലേക്ക് നമുക്ക് എത്ര കൂട്ടേണ്ടി വരും മക്കളെ? 300 കൂട്ടേണ്ടി വരും അല്ലെ. അപ്പൊ ഉത്തരം വരുന്നത് 3632 ആണ്. പിന്നെ അതിലേക്ക് 200 കൂട്ടുക, അപ്പോ 3832 വരും. പിന്നെ അതിലേക്ക് ഒരു 100 കൂട്ടുക, അപ്പോ 3932 വരും. ഇങ്ങനെയാണ് പാറ്റേൺ വരുന്നത്. മൂന്നാമത്തെ പാറ്റേൺ നോക്കൂ. 1000, 2111, 3222. ഇവിടെ 1000ത്തിലേക്ക് എത്ര കൂട്ടിയാലാണ് 2111 വരുന്നതെന്ന് നോക്കുക. 1111 കൂട്ടിയാലാണ് അല്ലെ. പിന്നെ 2111ലേക്ക് നമ്മൾ വീണ്ടും 1111 കൂട്ടുന്നു. അപ്പൊ നമുക്ക് 3222 വരുന്നു. അപ്പൊ അടുത്ത സംഖ്യ കിട്ടാൻ 3222ലേക്ക് നമ്മൾ 1111 കൂട്ടിക്കൊടുക്കണം. അപ്പൊ 4333 വരും. പിന്നെ വീണ്ടും ഒരു 1111 കൂട്ടിക്കൊടുക്കുക. അപ്പൊ 5444 വരും. അടുത്ത സംഖ്യക്ക് വീണ്ടും ഒരു 1111 കൂട്ടിക്കൊടുക്കുക. 6555 വരും. പിന്നെ വീണ്ടും 1111 കൂട്ടിക്കൊടുക്കുക. 7666 വരും. ഇങ്ങനെയാണ് പാറ്റേൺ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അടുത്ത പാറ്റേൺ നോക്കൂ മക്കളെ. 2839, 3748, 4657. ഇവിടെ 3748ലേക്ക് എത്ര കൂട്ടിയാലാണ് 2839ലേക്ക് എത്ര കൂട്ടിയാലാണ് 3748 ആവുക? 909 ആണ് അല്ലെ. ഇനി നമുക്ക് 3748ലേക്ക് എത്ര കൂട്ടിയാലാണ് 4657 ആവുക എന്ന് നോക്കാം. അതും 909 ആണ്. അപ്പൊ ഇനി അടുത്ത സംഖ്യ കാണാൻ 4657ലേക്ക് 909 കൂട്ടി നോക്കുക. ഉത്തരം എത്രയാണ്? 5566 ആണ്. പിന്നെ വീണ്ടും അതിലേക്ക് 909 കൂട്ടുക. അപ്പോ 6475. വീണ്ടും അതിലേക്ക് 909 കൂട്ടുക. അപ്പോ 7384. വീണ്ടും അതിലേക്ക് 909 കൂട്ടുക. അപ്പോ 8293. ഈ പാറ്റേൺ ഇങ്ങനെയാണ് തുടർന്ന് പോകുന്നത്. ചോദ്യം 3, ഒഴിഞ്ഞ കളത്തിലെ സംഖ്യ എന്താണ്? നമുക്കിവിടെ 1500, 1750, 2050 എന്നീ 3 സംഖ്യകൾ തന്നിട്ടുണ്ട്. ആദ്യം ഈ സംഖ്യകൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്ക് കാണാം. 1500ലേക്ക് 250 കൂട്ടുമ്പോഴാണ് നമുക്ക് 1750 കിട്ടുക. ഈ 1750ലേക്ക് എത്ര കൂട്ടിയാലാണ് 2050 വന്നത്? 300 കൂട്ടിയപ്പോഴാണ് അല്ലെ. എങ്കിൽ അടുത്ത സംഖ്യ കാണാൻ നമ്മൾ 2050ലേക്ക് 350 കൂട്ടേണ്ടി വരും. അപ്പോ 2400 ആണ് വരിക. അപ്പൊ ഈ ഒഴിഞ്ഞ കളത്തിലെ സംഖ്യ 2400 ആണ്. ചോദ്യം 4, ഷൂട്ടിംഗ് ബോർഡ് കണ്ടല്ലോ. താഴെ തന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഷൂട്ടിംഗ് ബോർഡിൽ 1, 10, 100, 1000 എന്നീ സംഖ്യകളാണുള്ളത്. ചോദ്യങ്ങൾ നോക്കൂ. എല്ലാ കളത്തിലും ഒരു തവണ വീതം ഷൂട്ട് ചെയ്ത് കൊള്ളിച്ചാൽ എത്ര പോയിന്റ് കിട്ടും? അതായത് 1000-1, 100-1, 10-1, 1-1. 1000 കൂട്ടണം, 100 കൂട്ടണം, 10 കൂട്ടണം 1. 1111 പോയിന്റ് ആയിരിക്കും കിട്ടുക. ഇതുപോലെ 3 തവണ 1000ന്റെയും 2 തവണ 10ന്റെയും 3 കളത്തിൽ ഷൂട്ട് ചെയ്തു. എത്ര പോയിന്റ് കിട്ടി? 1000ന്റെ 3 തവണ ഷൂട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ 3000 ആയി അല്ലേ. 1000 കൂട്ടണം 1000 കൂട്ടണം 1000, 3000 ആയി. പിന്നെ 2 തവണ 10ന്റേത് ഷൂട്ട് ചെയ്തു, അതായത് 20. അപ്പൊ ആകെ 3000 കൂട്ടണം 20, 3020 ആണ് പോയിന്റ്. ധനു 10 തവണ ഷൂട്ട് ചെയ്തപ്പോൾ കിട്ടിയ സംഖ്യ 5140 ആണ്.
ഏതൊക്കെ കളങ്ങളിൽ എത്ര തവണ ഷൂട്ട് ചെയ്ത് കൊള്ളിച്ചു? അത് 10 തവണയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ 5 തവണയും 1000-ലാണ് ഷൂട്ട് ചെയ്ത് കൊള്ളിച്ചതെന്ന് വിചാരിക്കുക. അപ്പൊ 5 തവണ 1000 കൂട്ടുമ്പോൾ 5000 ആയി അല്ലെ. പിന്നെ ഒരു തവണ 100-ൽ കൊള്ളിച്ചു എന്ന് വിചാരിക്കുക. അപ്പോ 5000 കൂട്ടണം ഒരു 100, 5100 ആയി. 4 തവണ 10-ൽ ഷൂട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. 5000 കൂട്ടണം ഒരു 100 കൂട്ടണം 40, എത്രയായി? 5140, 5140 ആയില്ലേ മക്കളെ? 10 തവണ ഷൂട്ട് ചെയ്തു, 5140 ആയി ഉത്തരം. ചോദ്യം 4 നോക്കൂ. 10 തവണ ഷൂട്ട് ചെയ്തപ്പോൾ കിട്ടിയ പോയിന്റ് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? 5142, 6280, 4510, 1245. അത് കാണാൻ എളുപ്പമാണ്. നമുക്ക് എന്താണ് ഈ അക്കങ്ങളുടെ തുക കണ്ടു നോക്കിയാൽ മതി അല്ലേ. ഇവിടെ നമ്മൾ അക്കങ്ങളുടെ തുകയല്ലേ തൊട്ട് മുൻപുള്ള ചോദ്യത്തിൽ കണ്ടത്. അതായത് 5 കൂട്ടണം 1 കൂട്ടണം 4 കൂട്ടണം 0 10 തവണ. അപ്പൊ ഇവിടെയും നമുക്ക് അക്കങ്ങളുടെ തുക കണ്ടു നോക്കിയാൽ മതി. 5 കൂട്ടണം 1 കൂട്ടണം 4 കൂട്ടണം 2 എത്രയാണ്? 12 ആണ്. അപ്പൊ അതല്ല. പിന്നെ 6 കൂട്ടണം 2 കൂട്ടണം 8 കൂട്ടണം 0 16 ആണ്. അതുമല്ല. 4 കൂട്ടണം 5 കൂട്ടണം 1 കൂട്ടണം 0 10 ആണ്. അത് ശരിയാണല്ലേ. അവസാനത്തേത് 1 കൂട്ടണം 2 കൂട്ടണം 4 കൂട്ടണം 5, അത് 12 ആണ്. അപ്പൊ ഇതിൽ ഉത്തരം വരുന്നത് സി ആണ്. ഇവിടെ ഇങ്ങനെ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി മക്കളെ? അക്കങ്ങളുടെ തുക കണ്ടു നോക്കിയാൽ മതി കേട്ടോ. ഇതിൽ അവസാനത്തെ ചോദ്യം, ഒരാൾ കുറെ തവണ ഷൂട്ട് ചെയ്തപ്പോൾ 3333 കിട്ടി. കുറഞ്ഞത് എത്ര തവണ ഷൂട്ട് ചെയ്തിട്ടുണ്ടാകും? അതായത് അയാൾക്ക് കിട്ടിയ പോയിന്റ് 3333 ആണ്. അപ്പൊ അയാൾ ചുരുങ്ങിയത് 3 തവണ 1000-ലും 3 തവണ 100-ലും 3 തവണ 10-ലും 3 തവണ 1-ലും ആയിരിക്കണം ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോഴല്ലേ നമുക്ക് ഈ കുറഞ്ഞ സംഖ്യ കിട്ടുകയുള്ളൂ. അപ്പൊ ആകെ 3 കൂട്ടണം 3 കൂട്ടണം 3 കൂട്ടണം 3 12 തവണ ഷൂട്ട് ചെയ്തിട്ടുണ്ടാകും. അപ്പൊ മക്കളെ, ഇത്രയും ആക്ടിവിറ്റീസ് ആണ് കേട്ടോ നിങ്ങൾക്ക് കൂടുന്ന കൂട്ടം എന്നുള്ള ഈ 4ാമത്തെ പാഠത്തിൽ പഠിക്കാനായിട്ടുള്ളത്. ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. കുറച്ചൊരു ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. നല്ലതുപോലെ പഠിക്കുക കേട്ടോ. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ ചോദിക്കാം. 4ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. അതുപോലെ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുതേ. അപ്പൊ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്